ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ വന്നേക്കണം എന്ത് പറയാനാണെന്ന് വെച്ചാൽ, എനിക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്ന തമ്മിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ 100 സബ് ആയേക്കാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ എന്തിനാ ഈ 100 സബ് ആയതിനൊക്കെ ഇത്രയും ഇവള് ഓവറായിട്ട് കാണിക്കണേന്ന്. പക്ഷേ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസായിട്ട് ഇങ്ങനെ യൂട്യൂബർ ആകണം എന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. അത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഒക്കെ വിചാരിച്ചു 100 ആവാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാവാണ്. അപ്പോൾ എനിക്കും ഇപ്പോഴും എനിക്കതൊരു വാവ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി 100ൽ നിന്ന് 1Kയിലോട്ട് പോകണം. അങ്ങനെ നമുക്ക് ഒരേ ജേണിയിലോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇച്ചിരി ഇരുന്ന് കളിക്കണ്ടിട്ടാ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. വിച്ചു പ്ലീസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയട്ടെ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിച്ചു മിണ്ടാതിരിക്കും, നല്ല സ്പൈഡർമാനെ വാങ്ങിച്ചാലുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതുവരെയുള്ള യൂട്യൂബ് ജേണി അതെങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ ഇതിനകത്ത് സ്റ്റാർട്ടപ്പ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു കഥയാണ്. ആക്ച്വലി ഞാൻ പണ്ടേ മുതൽ ഞാൻ ഇച്ചിരി എന്താ പറയുക, നമുക്ക് മിണ്ടാനും പറയാനൊക്കെ തുടങ്ങിയ ഒരു ഏജ് മുതൽ ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്യണ പോലെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോസൊക്കെ പകർത്തുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടിയപ്പോൾ മുതലും ഞാൻ എവിടെ പോയാലും എല്ലാ ഫോട്ടോസായാലും വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഞാനത് ജസ്റ്റ് നമ്മുടെ രീതിക്ക് ഒരു ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് ആക്കാനായാലും റീൽസായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങാതെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ഈ ചാനൽ 4 വർഷം മുമ്പാണ് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി ഒരു കഴിഞ്ഞ വർഷം ഞാൻ 2-3 വീഡിയോ കണ്ടിന്യൂസ് 2-3-4 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് 2024 അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. കാര്യം നമ്മളത് സാഹചര്യം അങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനെക്കുറിച്ച് അത്രയും സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ലൈഫിൽ പെട്ടെന്നാണ് ഒരു ടേണിങ് ഉണ്ടായത്, നമ്മുടെ യൂട്യൂബിലോട്ട് കയറണം. അതായത് ഈ കൊല്ലം 2025 ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് സൗദിയിലോട്ട് വന്നു. ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും കൊച്ചും കൂടി സൗദിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ആദ്യം തന്നെ ഞാൻ ഇതിനൊക്കെ കാരണക്കാരിയായ ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ട്. എൻ്റെ 10th മുതലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. 10th ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ഫ്രണ്ട് എൻ്റെ ജയശ്രീ. താങ്ക് യു. എനിക്ക് അവളോടാണ് നന്ദി പറയാനുള്ളത്. കാര്യം അവളൊരാളാണ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വരാനും കാരണം അവളാണ്. ആ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഏപ്രിൽ മാസം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ മറ്റേ പെരുന്നാൾ അവധിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഞാനും ഏട്ടനും വെച്ചും കൂടി ചെറിയ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് സാധാ പോലെ ഞാൻ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിടാറുണ്ട്. അപ്പോഴാണ് അവൾ ചോദിക്കണേ, എടോ തനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലടാ, എന്തിനാ, എനിക്ക് ചെറിയൊരു ചാനൽ ഇങ്ങനെ ഉണ്ട്, ഞാനിങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല. അങ്ങനെ അവളോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഏപ്രിൽ 20 ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് ഇടാട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ തനിക്ക് തുടങ്ങിക്കൂടെ, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണതല്ലേ,
അപ്പോൾ തനിക്ക് ഈ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതിന് പകരം തനിക്ക് യൂട്യൂബിൽ ഇട്ടൂടെ, തനിക്ക് അതിനുള്ള കഴിവുണ്ട്, താൻ അത് ഇട്, താനിട്ട ക്ലിക്കാവും ഒക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പരിപാടിയില്ല. നമ്മുടെ റൂമിലിരിക്കണ കൊച്ചും ഞാനും രാവിലെ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ആയിട്ടാണ് നോക്കുക, കൊച്ചിനെ നോക്കാം, ഉറങ്ങാൻ എഴുന്നേക്കുക. ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അവളിങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് ഞാനത് കണക്കാക്കൂല, നമ്മളെന്നെ മോട്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് തന്നെ കൊണ്ട് പറ്റും, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എടാ എനിക്കുണ്ട് ഓൾറെഡി, ഞാൻ വീഡിയോസ് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ നോക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോസ് ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലൈഫ് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഏഞ്ചൽ വന്ന് നമ്മുടെ കാതിലൊരു കാര്യം പറയാമെന്ന് അറിയില്ലേ, അതുപോലെ വന്നത്. ഇപ്പോൾ ടോട്ടലി ആ ഒരു ബോറിങ്ങിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ ഡൈവേർട്ടായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ വ്ളോഗ് ചെയ്യുക, വീഡിയോ എടുക്കുക. ഓൾറെഡി എനിക്കിത് ഇഷ്ടമുള്ള കാര്യമാണല്ലോ, ഞാൻ മുമ്പേ ചെയ്തിരുന്നതാണ്. അപ്പം അതിന് വേണ്ടി വീഡിയോ എടുക്കുക. അതുപോലെ തന്നെയായാലും നമ്മുടെ ഡെയിലി എന്തെങ്കിലും ഷോർട്സ് ആയിട്ടും കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരും ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ആകുമ്പോൾ ചില സമയത്തേക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ദിവസം പോകുന്നത്. ചില ദിവസം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷം ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മൂഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ എഡിറ്റിംഗ് ആയിട്ടും യൂട്യൂബിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ കുറേ സമയം പോകുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സമയമായതുകൊണ്ട് തന്നെ, അതായത് എനിക്കിഷ്ടപ്പെട്ട മേഖല ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ചാനലിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഷോർട്സ് തന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഒത്തിരി ഇമ്പ്രൂവ് ആവാനുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇനി ഇടും. നമ്മുടെ സ്റ്റാർട്ടിങ് ആണല്ലോ, അപ്പോൾ പഠിച്ചു വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ അവളുടെ കഥ ഇതാണ്. അപ്പോൾ ജയശ്രീ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും. ഇപ്പം എനിക്ക് 100 സബ് അടിച്ചപ്പോഴായാലും ഞാൻ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്ത അവളുടെ കൂടെയാണ്. അവൾ ഒത്തിരി ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഞാനും ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളിനി വെയിറ്റ് ചെയ്യണത് നമ്മുടെ 1K വേണ്ടിയാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം 1K ആയിരിക്കും. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് അവൾ മാത്രമല്ല, ഒത്തിരി ഫ്രണ്ട്സ് വേറെയും കണ്ടിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ സൗദിയിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ഇനിയുള്ള ഫ്രണ്ട്സിൻ്റെ പേരൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ പറയാം. നമ്മുടെ സൗദിയിലുണ്ടായ നിങ്ങൾക്കും എല്ലാവർക്കും സപ്പോർട്ടിൻ്റെ കാര്യം, നിങ്ങളെല്ലാവരും എനിക്ക് നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് വിഷമിക്കേണ്ട, ഏട്ടനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഏട്ടനും ഒരുപാട് നന്ദിയുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആളും നല്ലൊരു സപ്പോർട്ടാണ്. ഇത് തുടങ്ങുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളായാലും ഇതിൻ്റെ മോശം അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ ഏട്ടനും രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഏട്ടനും 1000 നന്ദി. പിന്നെ എൻ്റെ പാരൻസ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പിന്നെ നല്ല സപ്പോർട്ടാണ്. അമ്മയാണെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഫോൾട്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അപ്പം തന്നെ വിളിച്ച് കാര്യം പറയും. അങ്ങനെയാണ്. അച്ഛനമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുപോലെ എൻ്റെ അനിയൻ, അതെടുത്തല്ലേ. അപ്പോൾ അതുപോലെ എൻ്റെ അനിയനും എനിക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ ഫാമിലിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ ഇനി അടുത്ത സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ 1K സെലിബ്രേഷനാണ്. അതിങ്ങനെയൊന്നും ആയിരിക്കില്ല, നമ്മൾ ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ഉള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.